ഹേയ് എല്ലാവർക്കും സുഖമല്ലേ? വെൽക്കം ടു a ന്യൂ വീഡിയോ. ഇന്നൊരു അടിപൊളി ദിവസമായിരുന്നു. ലൈക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. പക്ഷേ രാവിലെ എണീറ്റു, നമ്മൾ നടക്കാനൊക്കെ പോയി. ഒരു നല്ല സണ്ണി ഡേ ആണ്. പുറത്ത് കാണിച്ചു തരാം കേട്ടോ. ഇവിടെ ഇപ്പോൾ വിൻ്റർ കഴിഞ്ഞു. അപ്പോൾ സ്പ്രിങ്ങിൻ്റെ കുറേ നല്ല വിശേഷങ്ങളും ഫോട്ടോസും ഒക്കെ എടുക്കാൻ പോയി. ചെറിയ ബ്ലോസത്തിൻ്റെ ഫോട്ടോസൊക്കെ എടുക്കാൻ പോയി. ആ, പിന്നെ കുറച്ച് ത്രിഫ്റ്റ് ചെയ്യാന്നൊക്കെ വിചാരിച്ച് ഡെക്കോറിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോയി. പിന്നെ നല്ല നല്ല വോക്സ് ലൈക്ക് സ്പ്രിങ് ആയപ്പോഴേക്കും എല്ലാ ഫ്ലവേഴ്സും ലൈക്ക് ലീവ്സൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ അതിൻ്റെ ബ്രൈറ്റ് ഗ്രീനും സ്കൈയിൻ്റെ ലൈക്ക് സൺലൈറ്റ് വന്നതിൻ്റെ സന്തോഷവും എല്ലാം കൂടിയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ചെറി ബ്ലോസം കാണാൻ പോവുകയാണ്. ഇവിടെ ഇപ്പോൾ സ്പ്രിങ് ആയി. ഇതാണ് നമ്മളുടെ ഔട്ട്ഫിറ്റ്. ഈ ഫോട്ടോസ് എടുക്കാൻ പോയപ്പോൾ നല്ല തിരക്കായിരുന്നു. പക്ഷേ അടിപൊളിയായിരുന്നു ഈ ഫ്ലവേഴ്സൊക്കെ കാണാനായിട്ട്. അങ്ങനെ ഇന്നത്തെ ഒരു ചെറിയ വാക്കൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫ്ലവേഴ്സൊക്കെ വാങ്ങാൻ പോയി. പിന്നെ ഞാനൊരു ഓർക്കിഡ് വാങ്ങിച്ചായിരുന്നു. ഇങ്ങനെ ഡെക്കോറായിട്ട് കിച്ചൺ കാർട്ടിൻ്റെ മേലെയിട്ട് വെക്കാനായിട്ട് പോട്ടായിട്ട് തന്നെയാണ് വന്നത്. അപ്പോൾ നമ്മൾ ഇതൊന്ന് റീപോർട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ അതും ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് ക്രിസ്മസിൻ്റെ ടൈമിൽ നമ്മൾ ഡെക്കോറായിട്ട് എടുത്ത് വെച്ചതായിരുന്നു. ഇനിയിപ്പോൾ ക്രിസ്മസ് കഴിഞ്ഞു, സ്പ്രിങ് ആയല്ലോ. അപ്പോൾ നമ്മൾക്ക് ഇതിലേക്ക് ഇതെല്ലാം മാറ്റിയിട്ട് സ്പ്രിങ്ങിൻ്റെ ഡെക്കോറ് വെക്കാം. ഇങ്ങനെ 2 പൂവ് ഇങ്ങോട്ടേക്കും 2 പൂവ് ഇങ്ങോട്ടേക്കും തിരിഞ്ഞു നിൽക്കണം. ഇങ്ങനെ വെക്കാല്ലേ? ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ ഫോയർ ഏരിയ ആണ്. ഈ ഇവിടുത്തെ ക്രിസ്മസ് ഡെക്കോറും എല്ലാം മാറ്റണം. ഞാൻ കൂടുതൽ മേക്കപ്പും എല്ലാം ചെയ്യണത് ഇവിടെ നിന്നിട്ടാണ്. അപ്പോൾ ഐ തോട്ട് ഈ ഒരു ഏരിയ മേക്കപ്പിനുള്ള ഏരിയ ആയിട്ട്, ബാക്കി ഷൂ ഒക്കെ ഞാൻ ഇങ്ങോട്ടേക്ക് മാറ്റാം എന്ന് വിചാരിച്ചിട്ടാണ്. ബാക്കി ക്രിസ്മസ് ഡെക്കോറും എല്ലാം എടുത്ത്, കുറച്ച് ഡെക്കോറും ഞാൻ എടുത്ത് ഓൾറെഡി മാറ്റിയായിരുന്നു. അപ്പോൾ ഇനി ബാക്കിയുള്ളതും മാറ്റാമെന്ന് വിചാരിച്ചു. സോ ഞാനിങ്ങനെ ക്രിസ്മസ് ഡെക്കോറ് ഇങ്ങനെ ഒരു ബോക്സിലായിട്ടാണ് മാറ്റിയത്. കാൻഡിൽസ് ഒക്കെ എടുത്ത് ഇതെല്ലാം എടുത്ത് വെച്ച് ഞാൻ ഈ ഡെക്കോഴ്സ് കുറച്ചൊക്കെ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ബാക്കി ഇങ്ങനെ ഒരു ബോക്സിലാക്കി. അപ്പോൾ ക്രിസ്മസിൻ്റെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു ബോക്സ് പോലെ, ഇത് ഐക്യന്ന് വാങ്ങിച്ചതാണെന്ന് തോന്നുന്നു. ഐക്യയോ വാൾമാർട്ടോ അങ്ങനെ തോന്നുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു ബോക്സ് പോലെ എടുത്ത് വെച്ചാൽ എല്ലാം ആ ഒരു ടൈം ആകുമ്പോൾ നമുക്ക് വീണ്ടും യൂസ് ചെയ്യാമല്ലോ. പിന്നെ കഴിയണതും ടോട്ട്സ് ഒക്കെ സീ ത്രൂ വാങ്ങണതാണ് നല്ലത്. എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് എന്താ ഉള്ളിൽ ഇരിക്കണേന്ന് മനസ്സിലാവുമല്ലോ. പിന്നെ എല്ലാം തുറന്ന് നോക്കേണ്ടി വരില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സീസണാണ് സ്പ്രിങ് സീസൺ. കാരണം ഭയങ്കര ഡിപ്രസീവ് ഡേയ്സ് കഴിഞ്ഞിട്ട് ഒരു ന്യൂ ബിഗിനിങ് എന്നൊക്കെ പറയണ പോലെ കുറേ ഫ്ലവേഴ്സൊക്കെ വരുന്നു. പിന്നെ സൺലൈറ്റ് വരുന്നു. അങ്ങനെ കുറേ നല്ല നല്ല ചേഞ്ചസ്. പിന്നെന്താ, ചെറി ബ്ലോസത്തിൻ്റെ ടൈം അല്ലെങ്കിൽ ടുലിപ്പ് സീസണിൻ്റെ ടൈമൊക്കെ ആണല്ലോ. അപ്പോൾ
ഇറ്റ് ഫീൽസ് സോ ഗുഡ്. നമുക്കിപ്പോൾ തൽക്കാലം ഒരു ഗ്രീൻ ക്യാൻഡിൽ വെക്കാം. എൻ്റെ വേറെ കളർ ക്യാൻഡിൽ ഇല്ല ഇപ്പോൾ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദ വീഡിയോ. എല്ലാവർക്കും ഈ സ്പ്രിംഗ് റീസെറ്റ് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.